പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിലെ പോലീസ് അന്വേഷണം അട്ടിമറിച്ചതിനെതിരെ ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരം നടത്താനൊരുങ്ങി സിദ്ധാർത്ഥന്റെ കുടുംബം. കേരള സർക്കാർ തന്നെ ചതിച്ചുവെന്നും പോലീസ് അന്വേഷണം അട്ടിമറിച്ചുവെന്നും അച്ഛൻ ജയപ്രകാശ് പറഞ്ഞു. അതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായ വിദ്യാർത്ഥികളെ കുറ്റവിമുക്തരാക്കാൻ ഇടപെട്ട വിസിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരിച്ച് 41 ദിവസം പിന്നിടുമ്പോഴും അന്വേഷണം എങ്ങും എത്തിയില്ല. കേസിൽ പോലീസ് അന്വേഷണവും അട്ടിമറിച്ചെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇതിനെതിരെയാണ് പ്രക്ഷോഭവുമായി ഇറങ്ങാൻ കുടുംബം തീരുമാനിച്ചത്. കേരള സർക്കാരും ആഭ്യന്തര വകുപ്പും തന്നെ പറഞ്ഞു പറ്റിച്ചുവെന്നും കേസിൽ പോലീസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടുവെന്നുമാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശിന്റെ ആരോപണം. CBI അന്വേഷണവും അട്ടിമറിക്കാൻ ശ്രമിച്ചു. അതിൽ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത നടപടി കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണെന്നും ജയപ്രകാശ് പറഞ്ഞു. അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. രണ്ടാമത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എന്റെ അടുത്ത് CBI അന്വേഷണം തരാം, ഇപ്പോൾ തരാം, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതൊരു 10-15 ദിവസം 20 ദിവസം പറഞ്ഞ് അത് തന്നെ പറഞ്ഞു പറ്റിച്ചു. അടുത്ത് വീണ്ടും ഈ CBI അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് കൊച്ചിക്ക് കൊടുക്കാതെ ഇവിടെ ഡൽഹിക്ക് കൊടുക്കാനുള്ള സാധനം കൊച്ചിക്ക് കൊടുക്കാനുള്ള സാധനം ഡൽഹിക്ക് കൊടുത്തു എന്നും പറഞ്ഞിട്ട് അവരെന്നെ പറഞ്ഞു പറ്റിച്ചു. അത് ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ വീണ്ടും പറഞ്ഞു പറ്റിച്ചു. എന്നെ മൊത്തം പറ്റിച്ചുകൊണ്ടിരിക്കുക ഈ ആഭ്യന്തര മന്ത്രാലയം. ശരിക്കും പറഞ്ഞാല് സിദ്ധാർത്ഥനെ ചതിച്ച പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. MM മണി സംരക്ഷിക്കുന്ന അക്ഷയയെ തുറന്നുവിടണം. SFI സംസ്ഥാന സെക്രട്ടറി ആർഷോയെ കേസിൽ പ്രതി ചേർക്കണമെന്നും ജയപ്രകാശ് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരമിരിക്കാനാണ് നിലവിലെ തീരുമാനം. അതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായ വിദ്യാർത്ഥികളെ കുറ്റവിമുക്തരാക്കാൻ ഇടപെട്ട വിസിയുടെ പ്രൈവറ്റ് സെക്രട്ടറി K. ഷീബയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി. പുതുതായി ചുമതലയെടുത്ത VC ഡോക്ടർ KS അനിലാണ് നടപടി സ്വീകരിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.